നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 5, 2026 വ്യാഴം. അങ്ങനെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുകയുണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകളിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗും ലഭ്യമായി. ഇന്ന് നിഫ്റ്റിയിലൊക്കെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. തുടർന്ന് മാർക്കറ്റിലുണ്ടായ ഫോളിന്റെ ഫലമായിട്ട് 25,579 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 133 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,642 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് ഈ മാസത്തെ ആദ്യ വീക്കിലി എക്സ്പയറി ആയിരുന്നു ഇന്ന്. എങ്കിലും 500 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 83,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 174 പോയിന്റുകളുടെ നഷ്ടം സംഭവിച്ചെങ്കിലും സൈക്കോളജിക്കൽ ലെവലായ 60,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 964 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1946 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. PB ഫിൻടെക്, ജൂബിലന്റ് ഫുഡ്സ്, കുമിൻസ് ഇന്ത്യ, പേജ് ഇൻഡസ്ട്രീസ്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നേട്ടം കൈവരിച്ചപ്പോൾ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ്, MCX ഇന്ത്യ, വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക്, കെയ്ൻസ് ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വീണ്ടും $ഡോളറിനെതിരെ നേരിയ തോതിലാണെങ്കിലും ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 11 പൈസയുടെ നേട്ടത്തോടുകൂടി 90.33 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത, നാൽക്കോ തുടങ്ങിയ മെറ്റൽ സ്റ്റോക്കുകളിൽ 7% ഇടിവ് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. അന്യായമായ ബിസിനസ് രീതികൾക്കെതിരെ വിശദമായ അന്വേഷണത്തിന് CCI ഉത്തരവിട്ടതിനെ തുടർന്ന് ഇൻഡിഗോ ഓഹരികളിൽ ഇന്ന് 2.5% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. തുടർന്ന് ഇന്നത്തെ നഷ്ടത്തിന്റെ ഒരു പരിധിവരെ നികത്തുവാനും സ്റ്റോക്കിന് സാധിച്ചു. ഇന്നലെ ആന്ത്രോപിക്കിന്റെ ഭാഗത്ത് നിന്നും പുതിയ ലീഗൽ AI ടൂളിനെ ലോഞ്ച് ചെയ്തതിനെ തുടർന്ന് ലോകത്താകമാനം IT സ്റ്റോക്കുകളിൽ ഉടലെടുത്ത കനത്ത സെല്ലിംഗ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമായിരുന്നു. ഇന്നലെ ഉണ്ടായ അതിശക്തമായ നഷ്ടത്തിന് ശേഷം ഇന്നും വീണ്ടും ഇന്ത്യൻ IT സ്റ്റോക്കുകളായ ഇൻഫോസിസ്, HCL ടെക് തുടങ്ങി മറ്റുള്ള IT സ്റ്റോക്കുകൾക്കും നഷ്ടം തുടരുന്ന കാഴ്ചയും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ദൃശ്യമായി. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം US നിന്നും വന്ന താരിഫ് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നടപടികളെ തുടർന്ന് സർപ്രൈസ് ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിന്റെ അതിശക്തമായ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഇന്ന് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ നേട്ടത്തിന് ശേഷം നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ആഗോളതലത്തില് മെറ്റലിന്റെ വിലയില് ഇടിവ് വന്നതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മെറ്റൽ സ്റ്റോക്കുകളിൽ അതിശക്തമായ ഇടിവ് അനുഭവപ്പെട്ടു. തൽഫലമായ ലീഡിംഗ് മെറ്റൽ സ്റ്റോക്കുകളായ ഹിൻഡാൽകോയ്ക്ക് 3%-ലേറെയും, ഹിന്ദുസ്ഥാൻ സിങ്കിന് 4%-അടുത്തും, നാൽക്കോയ്ക്ക് 3%-അടുത്തും നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ വേദാന്തയ്ക്ക് 4.25%-ന്റെയും NMDCക്ക് 1.5%-ന്റെയും, ഹിന്ദു കോപ്പറിന് 1%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. തൽഫലമായി ഇന്ന് നിഫ്റ്റി മെറ്റലിന് 1%-ലേറെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മെറ്റൽ സ്റ്റോക്കുകളിൽ അനുഭവപ്പെട്ട ശക്തമായ സെല്ലിംഗ് പ്രഷറും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിക്കുകയുണ്ടായി. ട്രേഡ് താരിഫ് വെട്ടിക്കുറച്ചുകൊണ്ട് US-ന്റെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് അതിശക്തമായ നേട്ടമാണ് 9 മാസങ്ങൾക്ക് ശേഷം ഒരു സിംഗിൾ ഡേയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കൈവരിക്കുവാൻ സാധിക്കുകയും ഉണ്ടായത്. ഇതിനു മുൻപ് മെയ് മാസം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ച ദിനത്തിലായിരുന്നു ഇതുപോലെ ഒരു ഹ്യൂജ് മൂവ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമായതും. അതിനുശേഷം ഇന്നലെ ജാഗ്രതയോടുകൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ നിലയുറപ്പിക്കുവാൻ സാധിച്ചെങ്കിലും കൂടാതെ അപ്രതീക്ഷിതമായ അതിശക്തമായ നേട്ടം ഇന്ത്യൻ മാർക്കറ്റിന് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് നേടുവാൻ സാധിച്ചപ്പോൾ നിലവിൽ മാർക്കറ്റ് അതിന്റെ റെക്കോർഡ് ഹൈയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നിലനിൽക്കുന്നതിനാൽ സ്മാർട്ടായിട്ടുള്ള നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗിനായിട്ടുള്ള സുവർണാവസരമായി കണ്ടുകൊണ്ട് തന്നെ ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ഉണ്ടായി. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമല്ല നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ത്വരിതപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചു. താരിഫ് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നത്
വന്നതിനെ തുടർന്ന് മിനിങ്ങാന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ വർഷത്തെയും ഈ മാസത്തെയും ഏറ്റവും വലിയ തുകയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ, അതായത് 5236.28 കോടി രൂപയ്ക്ക് ബൈങ് നടത്തിയെങ്കിലും ഇന്നലെ ആകെ 29.79 കോടി രൂപയ്ക്ക് നേരിയ തുകയ്ക്ക് മാത്രമേ ബൈങ്ങും നടത്തുകയുണ്ടായുള്ളൂ. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു ചെറിയ എമൗണ്ടിനുള്ള ബൈങ് വീണ്ടും ഇന്ത്യൻ നിക്ഷേപകരിൽ സംശയം ഉടലെടുക്കുവാനും അതിനെ തുടർന്ന് ആത്മവിശ്വാസത്തെ മങ്ങലേൽപ്പിക്കുവാനും കാരണമായി മാറിയതും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ദോഷകരമായി തന്നെ മാറി. RBI ഗവർണറായ ശ്രീ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസത്തെ RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയുണ്ടായി. ഇന്നും നാളെയുമായിട്ട് തുടരുന്ന RBI മോണിറ്ററി പോളിസിയുടെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടുകൂടി ഏകദേശം RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റിൽ നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. SBI നടത്തിയ പഠനങ്ങൾ പ്രകാരം RBI ഈ വരുന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ സ്റ്റഡിയായിട്ട് തന്നെ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നതും. ഇതിനെല്ലാം പുറമെ ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തെ ആദ്യ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ പൊസിഷൻസിന്റെ അൺവൈൻഡിങ്ങിന്റെയും റോൾ ഓവറിന്റെയൊക്കെ ഫലമായിട്ട് മാർക്കറ്റിൽ ഉടലെടുത്ത വോൾട്ടാലിറ്റിയും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നഷ്ടത്തിലേക്ക് നയിക്കുന്നതിൽ മറ്റൊരു കാരണമായി മാറുകയുമുണ്ടായി. എന്നാൽ ഇന്നും ഇന്ത്യ വിക്സിൽ 0.25% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 12.16 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. കൂടാതെ ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയൊക്കെ വിലയിൽ ഉണ്ടായ ഇടിവും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി മാറിയില്ല, മുൻപ് നമ്മൾ കണ്ട കാരണങ്ങൾ മൂലം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നേരിയ നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ആകെ സിംഗപ്പൂർ മാർക്കറ്റിന് മാത്രമേ 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല കൊറിയൻ മാർക്കറ്റിൽ നിന്ന് 4% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.25% ഇടിവ് അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിലും 2% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $68.68 per ഔൺസ് എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $64.39 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലുണ്ടായ ഇടിവിനെ തുടർന്ന് 5000 എന്ന സൈക്കോളജിക്കൽ ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് $4854.91 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നെറ്റ് പ്രോഫിറ്റില് 20% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 195 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 49% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. എസ്റ്റിമേഷനെ മിസ് ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റോക്കില് ഇടിവും അനുഭവപ്പെട്ടു. IOC കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് മൾട്ടിഫോൾഡ് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 2874 കോടി രൂപയായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഇത്തവണ 12126 കോടി രൂപയായി ഉയർത്തുകയുണ്ടായി. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2,31,769.04 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുമുണ്ടായി. PB ഫിൻടെക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് ശേഖരിക്കുന്നതായിട്ടുള്ള ബോർഡ് യോഗം കമ്പനി റദ്ദാക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇന്ന് 9% ഉയർച്ചയും സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായത്. സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് നെറ്റ് പ്രോഫിറ്റില് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 15 കോടി രൂപയിൽ നിന്നും ഇത്തവണ 19.2 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 140 കോടി രൂപയിൽ നിന്നും ഇത്തവണ 192 കോടി രൂപയായിട്ടാണ് റവന്യൂവിലും വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായത്. കാമ ഹോൾഡിംഗ്സ് നെറ്റ് പ്രോഫിറ്റില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 140 കോടി രൂപയായിരുന്നെങ്കിൽ ഇത്തവണ 220 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തി. അതേസമയം റവന്യൂവിലും കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 3500 കോടി രൂപയിൽ നിന്നും ഈ ക്വാർട്ടറിൽ 3700 കോടി രൂപയായും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 3 രൂപ 40 പൈസ per ഷെയർ എന്ന നിലയിൽ കമ്പനിയുടെ ബോർഡ് ഡിവിഡന്റ് നൽകുവാനായിട്ടുള്ള അനുമതി നൽകുകയുണ്ടായി. UNO മിന്റ 90 പൈസ per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. മാക്സ് ഹെൽത്ത് കെയർ Q3 റിസൾട്ടില് നെറ്റ് പ്രോഫിറ്റില് 9% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 344 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂ
റവന്യൂവിലും 10% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 2608 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. PFC നെറ്റ് പ്രോഫിറ്റില് 15% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 4763.33 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 12% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 4154.92 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. ഹിന്ദുസ്ഥാൻ കോപ്പർ നെറ്റ് പ്രോഫിറ്റില് 148% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 156 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 110% വളർച്ച രേഖപ്പെടുത്തുകയുമുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.